പ്രിയം നിറഞ്ഞവരെ, എഴുത്തുകാരൻ എന്ന നിലയ്ക്ക്, പത്രാധിപരെന്ന നിലയ്ക്ക്, ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്ക് മലയാളിക്ക് എക്കാലവും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൊയ്ത ഒരാളാണ് പ്രിയങ്കരനായ നമ്മുടെ MT വാസുദേവൻ നായർ. ഒരു സംഘാടകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുകളുടെ അദ്ദേഹം എന്താണ് എന്ന് തെളിയിക്കുന്ന ഒന്നാണ് തുഞ്ചൻ പറമ്പ്. അദ്ദേഹം ഇല്ലാത്ത ആദ്യത്തെ ഈ ഉത്സവത്തിന് അദ്ദേഹത്തിന് പ്രണാമമർപ്പിച്ചുകൊണ്ടുള്ള പ്രണാമം MT തുഞ്ചനുത്സവം 2025 രണ്ടാം ദിവസമായ ഇന്ന് നമ്മുടെ വേദിയിൽ കേരളീയ ആധുനികതയും MTയുടെ നോവലുകളും എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോട് സംസാരിക്കാമെന്ന് ഏറ്റിരുന്നത് പ്രിയങ്കരനായ പ്രഭാഷകൻ സുനിൽ പി ഇളയിടമാണ്. അദ്ദേഹം ഇന്നലെ തുഞ്ചൻപറമ്പിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ വാഹനം ഒരപകടത്തിൽപ്പെട്ടതിനാൽ അദ്ദേഹത്തിന് ഇന്ന് എത്താൻ സാധിക്കാതെ പോയിട്ടുണ്ട്. അദ്ദേഹം ഇല്ലാത്തതിന് സദയം ക്ഷമ ചോദിക്കുന്നു. കേരളീയ ആധുനികതയുമായി ബന്ധപ്പെട്ട് MTയുടെ രചനകളെക്കുറിച്ചാണ് ഈ വേദിയിൽ ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ പ്രഭാഷകൻ ആലങ്കോട് ലീലാകൃഷ്ണൻ സംസാരിക്കുന്നത്. MTയുടെ നോവലുകളെന്ന് പറഞ്ഞാൽ അതൊരു ചരിത്രത്തിൽ നിന്ന് പറിച്ചെടുത്തൊരു ഏടാണ് എന്ന് പറയേണ്ടി വരും. അതിലില്ല, പ്രത്യേകിച്ച് വള്ളുവനാടൻ ജീവിതത്തിൻ്റെ എല്ലാതരം അനുഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പേജ് എന്ന് വേണമെങ്കിൽ പറയാം. ജന്മിത്തത്തിൻ്റെ അവസാനം, അതേപോലെ നാലുകെട്ടുകളടക്കമുള്ള വലിയ വീടുകളും വലിയ കുടുംബങ്ങളിലേക്കും കടന്നു കയറുന്ന ദാരിദ്ര്യം, അതുണ്ടാക്കി വച്ചിട്ടുള്ള മറ്റ് പലതരം സംഘർഷങ്ങൾ, നഷ്ടമായ പ്രണയത്തിൻ്റെ ഭൂതകാല ഓർമ്മകൾ, ഇങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ട ജീവിതത്തിൻ്റെ വള്ളുവനാടൻ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രണമാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ നമുക്ക് കാണാൻ കഴിയുക. അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റു നോവലുകളാവട്ടെ, അല്ലെങ്കിൽ നാലുകെട്ട് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ നോവലുകൾ എടുത്ത് പരിശോധിച്ചാലും മനുഷ്യരുടെ സങ്കടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാവും. ആ മനുഷ്യരുടെ ഒരു നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ സങ്കടം വായനക്കാരൻ്റെ ഉള്ളിലേക്ക് എത്രമാത്രം ആഴത്തിൽ പതിപ്പിക്കാൻ കഴിയുമോ അത്രമാത്രം ആഴത്തിൽ പതിപ്പിക്കാൻ കഴിയുന്ന രചനാ രീതി അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. അത്തരം രചനാരീതികളോട് ഉൾക്കൊണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളും ആധുനികതയുമായി എത്രമാത്രം ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന വിഷയത്തിൽ നമ്മളോടൊന്ന് സംസാരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ലീലാകൃഷ്ണനെ പുതുതായിട്ടൊന്നും പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് ഒറ്റ വാക്കിൽ പറയാം. പക്ഷേ കേരളം മുഴുവൻ ഓടി നടന്ന് സംസാരിക്കുന്നതിനിടയിൽ, പ്രഭാഷണങ്ങൾ നടത്തുന്നതിനിടയിലും എല്ലാത്തരം വേദികളിലൂടെയും അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാത്ത കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം സുപരിചിതനായ പ്രഭാഷകനാണ് ഇന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ. ഈ ഓടി നടക്കുന്നതിനിടയിൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത് എന്നൊരിക്കൽ ചോദിക്കേണ്ടായി. അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതങ്ങനെ നടന്നു പോകുമെന്ന്. അദ്ദേഹം പ്രഭാഷണം നടത്തുക മാത്രമല്ല, ആ പ്രഭാഷണത്തിന് അത്ര തന്നെ പ്രാധാന്യത്തോടെ അദ്ദേഹം പുസ്തകങ്ങളും കവിതകളും ആനുകാലികങ്ങളും എഴുതുകയും ചെയ്യുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കും, അത്രമാത്രം. ആ പുഞ്ചിരിയിലെല്ലാം ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാവരോടും സ്നേഹമായി, ചെറിയ കുട്ടികളോടുള്ള സംസാരിക്കുന്ന ഒരു സദസ്സാണെങ്കിൽ അദ്ദേഹം കുട്ടിയായിട്ട് മാറും. പ്രൗഢമായൊരു സാഹിത്യ സദസ്സിൻ്റെ മുൻപിൽ അതിനനുസരിച്ച് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ നിലയ്ക്കും പ്രഭാഷകൻ്റെ 100 ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന് നിങ്ങൾക്കേവർക്കും വേണ്ടി, തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന് വേണ്ടി സദയം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഒപ്പം ഏറ്റവും പ്രിയങ്കരനായ സുബ്രഹ്മണ്യൻ, ഇവിടെ വെളിച്ചമായി നമ്മുടെയൊക്കെ കൂടെയുള്ള വാസുവേട്ടൻ, എല്ലാവർക്കും പ്രണാമം. ആ കുട്ടി ചൊല്ലിയത് പൂനിലാവൊളിയാം കാട്ടുപൂഞ്ചോല ചാർത്തിനപ്പുറം തിങ്ങി നിൽക്കും മഹാരണ്യ ഗോപുരങ്ങൾക്കുമപ്പുറം പൊൻ താഴികക്കുടം ചൂടി നിൽക്കുന്നു ദേവപൂജതൻ വാദ്യഘോഷം മുഴങ്ങുന്ന വെളിച്ചത്തിൻ്റെ അമ്പലം. അത് പി കുഞ്ഞിരാമൻ നായരുടെ വരികളാണ്. ഞാനിപ്പോഴും ആലോചിച്ചതാണ്, ഏതോ കാട്ടുപൂഞ്ചോല ചാർത്തിനപ്പുറം.
കാലത്തിൻ്റെ കാണാ കടവുകൾക്കപ്പുറം നടന്നു മറഞ്ഞുപോയ വാസുവേട്ടൻ വെളിച്ചത്തിൻ്റെ അമ്പലമായി കാലാതിവർത്തിയായി ഇവിടെ ഇപ്പോഴുമുണ്ട്, എവിടെയും ഉണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, മരിച്ചവർ വന്ന് നയിപ്പൂ ലോകത്തെ, ചരിത്രം ഈ കഥ വിളിച്ചു ചൊല്ലുന്നു. അത് വൈലോപ്പിള്ളിയുടെ വരികളാണ്. മരിച്ചവരൊന്നും മരിച്ചു പോവുകയല്ല, അവർ വെളിച്ചമായി തീരുകയാണ്. അത് അന്ധവിശ്വാസമല്ല. യുഗങ്ങളായി മരിച്ചവരാണ് ഇപ്പോഴും നമ്മെ നയിക്കുന്നത്. മഹാത്മജിയാണ്, കാൾമാർക്സാണ്, അങ്ങനെ എത്രയോ മനുഷ്യരാണ്. അവരൊന്നും നമ്മുടെ കൂടെയില്ല. അതുപോലെ ഇനിയും നമ്മെ നയിക്കേണ്ടത് MT എന്ന മഹാത്ഭുതമാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് എത്രയാണ് ഞാൻ പറയുന്നത് എന്ന് എനിക്കറിഞ്ഞൂടെ. പറഞ്ഞാലും തീരാതെ MT വാസുവേട്ടൻ എൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം ഇന്ന് സുനിലാണ് വരേണ്ടിയിരുന്നത്. സുനിൽ ഇന്ന് കേരളം കണ്ട ഏറ്റവും മികച്ച ചിന്തകന്മാരിലും പ്രഭാഷകന്മാരിലും ഒരാളാണ്. ഈ വിഷയത്തെക്കുറിച്ചൊരു പക്ഷേ അഗാധമായി പറയാൻ കഴിയുന്ന ഒരാളാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വലിയൊരു അപകടത്തിൽപ്പെട്ടു. അദ്ദേഹത്തിന് വരാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് നിയോഗം പോലെ ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. ആ പരിമിതികൾക്ക് മാപ്പ് തരണം എന്നാദ്യം തന്നെ പറഞ്ഞുകൊള്ളുന്നു. കേരളീയ ആധുനികതയും MTയുടെ രചനകളും എന്നതാണ് വിഷയം. നേരത്തെ സുബ്രഹ്മണ്യൻ അർത്ഥപൂർണമായി സൂചിപ്പിച്ചു. ഈ സുബ്രഹ്മണ്യനും ഞാനും പൊന്നാനി MS കോളേജിൽ ഒന്നിച്ച് സാഹിത്യ മത്സരത്തിൽ പങ്കെടുത്ത ആളുകളാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം സുബ്രഹ്മണ്യൻ്റെ കൂടെ ഇങ്ങനെ ഒരു വേദിയിലിരിക്കേണ്ടി വന്നതും ഒരു നിയോഗവും. ഞങ്ങളിവിടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിലും കേരളീയ ആധുനികത എന്ന അടിവരയിട്ട് പറയണം. ആധുനികത 2 തരത്തിൽ കേരളത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്ന് പാശ്ചാത്യ കേന്ദ്രീകൃതമായ ആധുനികതയാണ്. പാശ്ചാത്യ നോവൽ സാഹിത്യത്തിലും കഥകളിലും കവിതകളിലും ആവിർഭവിച്ച ആധുനികതയെ, അതിൻ്റെ ആശയങ്ങളെ, അതിൻ്റെ ഭാവുകത്വങ്ങളെ സ്വീകരിച്ച് ഒരർത്ഥത്തിൽ കടം കൊണ്ട് കേരളത്തിലൊരു കൊണ്ടാടപ്പെട്ട ആധുനികത ഉണ്ടായിട്ടുണ്ട്. ആ ആധുനികതയിൽ ഒരു പക്ഷേ MTയുടെ പേര് നമ്മൾ കേൾക്കാറില്ല, C രാധാകൃഷ്ണൻ്റെ പേര് നമ്മൾ കേൾക്കാറില്ല, കുഞ്ഞിരാമൻ നായരുടെയോ ഇടശ്ശേരിയുടെയോ അക്കിത്തത്തിൻ്റെയോ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെയോ എഴുത്തുകാരിൽ തന്നെയുള്ള എണ്ണമറ്റ എഴുത്തുകാരെ നമ്മൾ ആധുനിക സാഹിത്യകാരന്മാരുടെ അക്കാദമിക് കള്ളിയിൽ ഒതുക്കാറില്ല. OV വിജയൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, സേതു, മുകുന്ദൻ എന്നിങ്ങനെ നോവൽ കഥാരംഗങ്ങളിലും സച്ചിദാനന്ദൻ, അയ്യപ്പ പണിക്കർ, KG ശങ്കരപ്പിള്ള, അങ്ങനെ മാധവൻ അയ്യപ്പത്ത് തുടങ്ങിയ മറ്റൊരു ആധുനികത എന്ന് അക്കാദമിക് സമൂഹം കൊണ്ടാടിയ ഒരു ആധുനികത മിക്കവാറും പാശ്ചാത്യ കേന്ദ്രീകൃതമായ ഒരു ആധുനിക ആശയലോകത്തെ, അതൊരു തെറ്റായ പ്രവണതയല്ല, ആ ആശയലോകത്തെ മലയാളത്തിലേക്ക് കടം കൊണ്ടും സ്വീകരിച്ചും എഴുതപ്പെട്ട രചനകളായിരുന്നു. അതുകൊണ്ട് അക്കാദമിക് പഠനങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ ആധുനികത എന്ന് പറയുമ്പോൾ ഇവരെയൊക്കെയാണ് പരാമർശിക്കുക. അക്കാലത്തും കേരളീയമായ ഒരു ആധുനികത വളരെ സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വന്നിരുന്നു. നമ്മുടെ പരമ്പരാഗത പൈതൃക ശീലങ്ങളെ, അതിൻ്റെ സംസ്കാരങ്ങളെ, അതിൻ്റെ പലതരത്തിലുള്ള സങ്കീർണമായ മനുഷ്യബന്ധങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് ഒരു ആധുനികത കേരളീയ സമൂഹത്തിൽ സ്വയമറിയാതെ രൂപപ്പെട്ടു വന്നു. അത് വളരെ അത്രമേൽ സ്വാഭാവികമായി സംഭവിച്ചതാണ്. ഫ്യൂഡൽ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്ന് ഒരു പുതിയ വ്യവസ്ഥ രൂപം കൊള്ളുന്നു. അതിനിടയിൽ പാശ്ചാത്യ കേന്ദ്രീകൃതമായ ആധുനികതയ്ക്കൊപ്പം തന്നെ കേരളീയമായ പുതിയ ചിന്തകൾ നാം പിടിക്കുന്നു. കേരളീയ നവോത്ഥാനം, അയ്യാ വൈകുണ്ഠൻ, തൈക്കാട്ടയ്യാവ്, വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ഭടാനന്ദൻ എന്നിങ്ങനെ കേരളത്തിലെ സന്യാസിമാർ ഒരു അത്ഭുതമാണ്. ഈ സന്യാസിമാരാണ് ജാതി മത വർണ്ണവർഗ ഭേദമില്ലാത്തൊരു മനുഷ്യ സങ്കല്പത്തിനു വേണ്ടി ഒരു ആധുനിക ആശയലോകം, നവോത്ഥാന ആശയലോകം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഭാഗമായി എണ്ണമറ്റ വായനശാലകൾ, കലാസമിതികൾ, ഒപ്പം ദേശീയ പ്രസ്ഥാനം, അതിൻ്റെ പിന്നാലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, അതിന് തൊട്ട് പിന്നാലെ തൊഴിലാളി കർഷകാദി ബഹുജന മുന്നേറ്റവുമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇതൊക്കെ സമാന്തരമായി നടക്കുന്നതിനിടയിലാണ് MT എഴുതുന്നത്. MT 50കളിൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്. 40കളിൽ തന്നെ തുടങ്ങി 50കളിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ പുറത്തു വന്നു. അത് ഈ ഒരു സംക്രമണ ദിശയാണ്. കേരളത്തിൻ്റെ പാരമ്പര്യനിഷ്ഠമായ ഒരു ജീവിതം തകർക്കപ്പെടുന്നു, ചിലപ്പോൾ സ്വാഭാവികമായിട്ട് തകരുന്നു. അപ്പോൾ MT അതിൽ അനുഭവിച്ച 2 ലോകമുണ്ട്. ഒന്ന് ഈ ആധുനിക നാഗരികത ഉണ്ടാക്കിയെടുത്ത ലോകം, മറ്റൊന്ന് പാരമ്പര്യനിഷ്ഠമായ തൻ്റെ അനുഭവ ലോകം. ആ അനുഭവ ലോകത്തു നിന്നാണ് MT രചനകൾ ഉണ്ടാക്കിയത്. അതിലെ അപ്പുണ്ണി, ഞാൻ 4 കെട്ട് വെച്ച് തുടങ്ങാം. അപ്പുണ്ണി ആ നോവലിൻ്റെ ആദ്യത്തിൽ വിചാരിക്കുന്നുണ്ട്, വളർന്നു വലുതാകും, കൈക്ക് നല്ല കരുത്തുണ്ടാകും. ഒറ്റപ്പെടുത്തപ്പെട്ടൊരു കുട്ടിയാണ്. അച്ഛൻ മരിച്ചുപോയി.
അമ്മ വളരെ കഷ്ടപ്പെട്ട് വീട്ടുവേല ചെയ്ത് പുലർത്തുകയാണ്. അവൻ അവകാശപ്പെട്ട തറവാട്ടിൽ അവന് പോകാൻ അവകാശമില്ല. കാരണം അവൻ്റെ അച്ഛൻ എല്ലാവരെയും ധിക്കരിച്ച് വലിയ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിയെ കട്ടുകൊണ്ടുവന്ന ആളാണ്. കൊന്തുണ്ണി നായരെക്കുറിച്ച് കൂനൻ ചാത്തു നായർ എന്ന് പറയുന്ന ആൾ പറയുന്നൊരു കഥയുണ്ട്. ഈ പാറുകുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചു. നാടടക്കി ക്ഷണിച്ച് തറവാട്ടിൻ്റെ മഹിമയ്ക്ക് ചേർന്ന വിധത്തിൽ പാണ്ഡ്യനാട്ടിൽ നിന്ന് നാഗസ്വരക്കാർ വരെ വന്ന് വലിയ കല്യാണം നടക്കുന്നു. പക്ഷെ കല്യാണം നടന്നില്ല. ആ പെണ്ണിനെ ഈ കോന്തുണ്ണി നായർ കട്ടുകൊണ്ടുപോയി. കൂനൻ ചാത്തു നായരാണ് കൂടെ പോയത്. നാലുകെട്ട് വായിച്ചവർക്കറിയാം. അന്ന് കരിങ്കുറയിൽ മുലയ്ക്ക് വെള്ളം. പെണ്ണിനെ ഒരു ഈർക്കിലെടുക്കുന്നത് പോലെ തോളത്തെടുത്ത് ഓനൊരു നടത്താണ്. ഓനൊരു ആൺകുട്ടിയായിരുന്നു. കൂനൻ ചാത്തു നായർ പറയാം, പെണ്ണിനെ ഒരു ഈർക്കിലെടുത്ത് പൊന്തിക്കുന്ന പോലെ തോളത്തെടുത്ത് ഓനൊരു നടത്താണ്. ഓനൊരു ആൺകുട്ടിയായിരുന്നു. മനിക്കല സ്ഥലം ചാർത്തി വാങ്ങി ആ പറമ്പ് അയാളൊരു പൂങ്കാവാക്കി. ആദ്യമായി ന്യൂക്ലിയർ കുടുംബ വ്യവസ്ഥ തുടങ്ങുന്നത് കേരളത്തിൽ ഈ കോന്തുണ്ണി നായരാണ്. ഒരു തറവാട്ടിൽ, നിറഞ്ഞ തറവാട്ടിൽ നിന്നൊരു പെണ്ണിനെ കട്ടുകൊണ്ട് വന്ന് മനക്കിലപ്പറമ്പ് ചാർത്തി വാങ്ങി ഒറ്റയ്ക്ക് കൈകോട്ട് കൊണ്ട് കിളച്ചുണ്ടാക്കിയ പൂങ്കാവാണ്. അയാളെക്കുറിച്ച് ആ നോവലിൽ പറയുന്ന ഏറ്റവും വലിയ കുഴപ്പം, വ്യവസ്ഥ പാലിക്കാത്തവൻ, മാപ്പിളാരുടെ ചായ കുടിക്കുന്നവൻ. അക്കാലത്തെ വിപ്ലവങ്ങളിലൊന്നാണ് ജാതി വ്യവസ്ഥ കൊടികുത്തി വാണ കാലത്ത് മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് ചായ കുടിക്കാനൊന്നും അവകാശമില്ലാത്ത കാലത്ത് മാപ്പിളാരുടെ ചായ കുടിക്കുന്നവൻ എന്നൊരു വലിയ കുറ്റം ചാർത്തപ്പെട്ട ആളാണ്. അയാൾ സൈദാലിക്കുട്ടിയുമായിട്ട് കൂട്ടുകച്ചവടം നടത്തി. കഥയിൽ തുടങ്ങുന്നത് സൈദാലിക്കുട്ടി ഇയാളെ കോഴിയിറച്ചിയിൽ വിഷം കൊടുത്തു കൊന്നു എന്നാണ്. അച്ഛൻ്റെ ഘാതകനായിട്ട് അപ്പുണ്ണി മനസ്സിലാക്കുന്നത് ഈ സൈദാലിക്കുട്ടിയാണ്. വളരെ വിചിത്രമായൊരു കഥ. ഈ സൈദാലിക്കുട്ടിയെ കൊല്ലാനാണ് കൈക്ക് നല്ല കരുത്തുണ്ടാകണമെന്ന് അപ്പുണ്ണി വിചാരിക്കുന്നത്. പക്ഷേ എല്ലാവരും തോൽപ്പിച്ചു അപ്പുണ്ണിയെ. അവസാനം തറവാട്ടിൽ അവകാശം സ്ഥാപിക്കാൻ പോയൊരു കോണിച്ചുവട്ടിൽ അനാഥനായി ചുരുണ്ട് കിടന്നു. ആ രംഗമൊക്കെ മറക്കാൻ പറ്റാത്തതാണ്. അമ്മാമൻ 15 ഉറുപ്പികയാണ് പരീക്ഷാ ഫീസ്. അന്ന് ആധുനികതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരേ ഒരു മാർഗം SSLC പരീക്ഷ, പഴയ 10ാം തരം പരീക്ഷ, പബ്ലിക് പരീക്ഷ പാസ്സായാൽ എന്തെങ്കിലും തൊഴിൽ കിട്ടി ഈ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാം. അതിനുള്ള വലിയ സമരമാണ് നടത്തുന്നത്. 15 ഉറുപ്പിക വേണം. അമ്മാവനെ ചെന്ന് കണ്ടു, ആട്ടി ഇറക്കുകയാണ് ചെയ്തത്. നീ പഠിച്ചിട്ടല്ലേടാ വലിയ തുക്കിടിസായി ആവാൻ പോണത്, കടക്കട പഠിക്ക് പുറത്ത്. ആ അമ്മാവൻ ആട്ടി ഇറക്കി. മുഹമ്മദ് എന്നൊരു കൂട്ടുകാരനുണ്ട്. മുഹമ്മദിനോട് പറഞ്ഞു, എങ്ങനെങ്കിലും എനിക്ക് ഫീസ് അടയ്ക്കണം. ആകെ ഉള്ളത് മുഹമ്മദാണ്. വേർത്ത് കുളിച്ച് പരിഭ്രാന്തനായി മുഹമ്മദ് ഓടി വന്നു. എടാ കിട്ടിയത് 15 ഉറുപ്പികയാണ്. അങ്ങനെ മുഹമ്മദ് തന്ന 15 ഉറുപ്പികയായിട്ടാണ് ഫീസ് അടച്ചത്. ചോദിച്ചു, എവിടുന്നാടാ നിനക്ക് പൈസ കിട്ടിയത്? അനക്ക് കായ് കിട്ടിയ പോലെ എവിടുന്നാന്ന് അറിയണം എന്തിനാണ്? നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, പുറമാരും തന്നല്ല, എൻ്റെ അമ്മ തന്നെയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എന്നെ ഏൽപ്പിച്ചത്. അമ്മ തന്നാൽ നീ വാങ്ങിയില്ലെങ്കിലും അത് പഠിച്ചു. ഇങ്ങനെയാണ് ആ പശ്ചാത്തലം. ആ അപ്പുണ്ണി 10ാം തരം പരീക്ഷ പാസ്സായി. അദ്ദേഹത്തിൻ്റെ മാഷെ പോയി കാണും. മാഷ് പറഞ്ഞു, ഇംഗ്ലീഷ് പത്രം ഇവിടെ വരുത്തുന്നുണ്ട്, വായിച്ച് വാണ്ടഡ് കോളത്തിനൊക്കെ അപേക്ഷ അയക്കി. ഇതൊരു കാലത്തിൻ്റെ ആത്മകഥയാണ്. അതുകൊണ്ടാണ് ഞാൻ 4 കെട്ട് പറയുന്നത്. അവിടുന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഒരു ജോലി കിട്ടണം. 1.5 ഉറുപ്പിക വേണം ഒരു അപേക്ഷ അയക്കാൻ. 1.5 ഉറുപ്പികയ്ക്ക് ആരെ അന്വേഷിക്കും? തെണ്ടി തിരിഞ്ഞ് നിൽക്കുമ്പോൾ വഴിയിൽ സൈദാലിക്കുട്ടി നിൽക്കുന്നു. നായരുട്ടി വളർന്നു വലുതായല്ലോ. അയാൾക്ക് വെറുപ്പാണ് സൈദാലിക്കുട്ടിയെ. സൈദാലിക്കുട്ടി ഇപ്പോൾ നാട്ടിലല്ലേ, വയനാട്ടിലാണ്. നായരുട്ടി എങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ? ഞാൻ അവിടെ ഒരു മേനോനുണ്ട്, അയാൾ തോട്ടത്തിലെ മാനേജരാണ്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ കേൾക്കും. അയാളുടെ ഒരു പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ വാക്ക് തട്ടാൻ കഴിയൂല, കുട്ടി വരി. അതയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും പടച്ചോൻ സഹായം എന്നൊരു കാർഡ് വന്നു. അപ്പുണ്ണി നായർ അറിയാൻ സൈദാലിക്കുട്ടി എഴുതുന്നത്. ആദ്യമായി അപ്പുണ്ണി നായർ എന്ന് 15കാരനെ വിശേഷിപ്പിച്ചിരിക്കുക. എങ്ങനെയെങ്കിലും വണ്ടി കയറി ഇങ്ങോട്ട് വരണം, ഞാൻ മേനോനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. ആദ്യമായി സൈദാലിക്കുട്ടിയാണ് സ്വീകരിക്കുന്നത്. സൈദാലിക്കുട്ടിയാണ് എല്ലാം ഉണ്ടാക്കി കൊടുത്തത്. മാനേജർ സ്വാധീനം ചെലുത്തി ജോലി ഉണ്ടാക്കി കൊടുത്തത്. പതുക്കെ പിതൃഘാതകനായ സൈദാലിക്കുട്ടിയുടെ ബിംബം പിതാവായി മാറുന്നത് 4 കെട്ട് വായിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കും. അത് വളരെ സൂക്ഷ്മമായൊരു പരിവർത്തനമാണ്. പിതൃഘാതകനായി പരിചയപ്പെട്ട് തുടങ്ങിയ ഈ സൈദാലിക്കുട്ടി പിതാവാകും. ജോലി കിട്ടി, പണം കൈവന്നപ്പോൾ സൈദാലിക്കുട്ടി തന്ന പണത്തിനൊക്കെ സഹായമായി കിട്ടിയ പണം അയാളെ ഏൽപ്പിക്കും. നായരുട്ടിയെ, ഇത് തിരിച്ചു വാങ്ങാനല്ല ഞാൻ ചെയ്തത്, പടച്ചോൻ സഹായിക്കും, നിങ്ങൾ നന്നാവും.
നിങ്ങൾ നന്നായാൽ ആ തള്ളയെ മറക്കരുത്. ആ തള്ളയാണ് നിങ്ങൾക്ക് ആകെയുള്ളത്. അങ്ങനെ തികച്ചും ഒരു പിതാവിനെ പോലെ സൈതാലിക്കുട്ടി മാറും. ഇത് ഞാനിത് പറയുന്നത്, ഇത് കേരളീയ ആധുനികതയുടെ ഒരു പരിവർത്തനമാണ്. ജാതിയും മതവും അകറ്റിയിരുന്ന മനുഷ്യരെ, ഒരുപക്ഷെ പിതൃഘാതകൻ എന്ന ഈ കേൾവി പോലും ഒരു തരത്തിൽ കിംവദന്തിയാവാം. സൈതാലിക്കുട്ടി കൊന്നു എന്ന് എവിടെയും പറയുന്നില്ല. അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടതാവാം. പിതൃഘാതകനാണ്, ഞങ്ങൾ തമ്മിൽ തല്ലിയാൽ എന്നൊക്കെ പറയാം. വല്ല മാപ്പിളാർക്കും പറമ്പ് വിറ്റിട്ട് പോകുമെന്നാണ് ഈ നിറഞ്ഞ തറവാട്ടിലൊക്കെ. അപ്പോൾ ശത്രുക്കളാണ്, അടുത്ത് വരാൻ പാടില്ലാത്തവരാണെന്ന് കരുതിയിരുന്ന ഒരു സമൂഹത്തെ അടുപ്പിക്കുന്നൊരു കഥയായിട്ടാണ് MT നാലുകെട്ട് എഴുതുന്നത്. ആ പുണ്ണി തിരിച്ചു വന്ന് നാലുകെട്ട് വിലയ്ക്ക് വാങ്ങും. വിലയ്ക്ക് വാങ്ങുകയല്ല, അമ്മാമ പറയും 500 റുപ്യ കടമുണ്ട്, അത് അപ്പുണ്ണി തരണം. തരാൻ മനസ്സില്ല. പണ്ടെന്നെ ആട്ടിയിറക്കിയത് ഓർമ്മയില്ലേ? വല്യമാമയോട് പറയും, വിൽക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങാം, എത്ര തരണം? 4000 റുപ്യക്ക് പോക്കരാജി ചോദിച്ചാൽ എങ്കിൽ 4000. അങ്ങനെയാണ് ആ തറവാട് വാങ്ങുന്നത്. അവസാനം MT പറയുന്നുണ്ടതിൽ, അപ്പുണ്ണി പറയുന്നുണ്ട്, അമ്മേ ഈ നാലുകെട്ട് നിറയെ ഇരുട്ടാണ്, ഇത് പൊളിക്കണം, ഇവിടെ ഒരു പുതിയ വീട് പണിയണം, കാറ്റും വെളിച്ചവുമുള്ള വീട്. 1958 നാലുകെട്ട് പുറത്തു വന്നത്. 57 ഇവിടെ ഒരു ജനകീയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. 55 തൊട്ട് എഴുതി തുടങ്ങിയതാണ് ഈ നോവൽ. ഒരിടത്തും അതിലെ രാഷ്ട്രീയ പരിണാമങ്ങളെക്കുറിച്ച് MT അതിലെഴുതിയിട്ടില്ല. പക്ഷെ MT എഴുതിയത് തിരസ്കൃതർ, ബഹിഷ്കൃതർ, തള്ളിമാറ്റപ്പെട്ടവർ, നിന്ദിതർ, നിരാശ്രയർ കരുത്താർജിച്ച് തിരിച്ചു വരും. അവർ ഈ നിലനിൽക്കുന്ന ഇരുട്ടിൻ്റെ വ്യവസ്ഥ തകർക്കും. അവിടെ കാറ്റും വെളിച്ചവുമുള്ള പുതിയൊരു വ്യവസ്ഥ ഉണ്ടാക്കും. ഇതാണ് ഒരു എഴുത്തുകാരൻ സാമൂഹ്യ രാഷ്ട്രീയം പറയുന്ന രീതി. ഇങ്ങനെയാണ് MTയുടെ രചനകൾ മുഴുവൻ പ്രവർത്തിക്കുന്നത്. ഇത് MTയുടെ മാത്രം കഥയല്ല, അപ്പുണ്ണിയുടെ കഥയല്ല, ആ കാലത്ത് ജീവിച്ച നിങ്ങളിൽപ്പെട്ട ഓരോരുത്തരുടെയും കഥയാണ്. ഈ ഇരുട്ട് നിറഞ്ഞ ഫ്യൂഡൽ വ്യവസ്ഥയിലെ അധികാരത്തിൻ്റെയും കിടമത്സരങ്ങളുടെയും പകയുടെയും വെറുപ്പിൻ്റെയും അധികാര ഹുങ്കിൻ്റെയും കോട്ടകൾ തകർത്ത് പബ്ലിക് പരീക്ഷ പാസ്സായി നാടുവിട്ടു പോയി, ചിലപ്പോൾ ജയ്പൂരിൽ, ചിലപ്പോൾ ഡൽഹിയിൽ, ചിലപ്പോൾ കൊളംബിൽ, ചിലപ്പോൾ സിംഗപ്പൂരിൽ, പിന്നീട് അറേബ്യൻ നാടുകളിലൊക്കെ പോയി സ്വന്തം ജീവിതം കരുപ്പിടിപ്പിച്ച് തിരിച്ചു വന്ന് ഒരു പുതിയ വ്യവസ്ഥ ഉണ്ടാക്കിയ ഒറ്റപ്പെട്ട മനുഷ്യരുടെ കഥ പറഞ്ഞുകൊണ്ട് സംഘടിത മനുഷ്യരുടെ രാഷ്ട്രീയം പറയാതെ പറയുന്ന അസാധാരണമായ ഒരു സമനിലയിലാണ് MT തൻ്റെ രചനകൾ മുഴുവൻ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് MT എഴുതിയത് MTയുടെ കഥയല്ല, അപ്പുണ്ണിയുടെ കഥയല്ല, ഗോവിന്ദൻകുട്ടിയുടെ കഥയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ച ഓരോരുത്തരും വിചാരിച്ചു അപ്പുണ്ണി ഞാനാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാവരും വിചാരിച്ചു ഗോവിന്ദൻകുട്ടി ഞാനാണ്, സുമിത്ര ഞാനാണ്, ഭീമസേനൻ ഞാനാണെന്ന് വിചാരിച്ച എത്രയോ ആളുകളുണ്ട്. കാരണം മന്ദനാക്കപ്പെട്ടവൻ, നല്ല കരുത്തുണ്ടായിട്ടും നല്ല കഴിവുണ്ടായിട്ടും രണ്ടാമനാക്കപ്പെട്ടവൻ, മന്ദനാക്കപ്പെട്ടവൻ ഞാൻ തന്നെയാണ്. ഈ രണ്ടാമനാക്കപ്പെട്ട എത്രയോ ആളുകളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ട് എന്നെ ആരും അറിഞ്ഞില്ല, എനിക്ക് അർഹതപ്പെട്ടതൊന്നും കിട്ടിയില്ല, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി, എന്നെ ആളുകൾ നിന്ദിച്ചു, എന്നെ അവഗണിച്ചു, എന്നെ അപമാനിച്ചു. ഇത് വിചാരിക്കാത്ത ഒരു മനുഷ്യൻ ലോകത്തില്ല, അല്ലേ? ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വിചാരിക്കാത്ത ഒരാളുമില്ല. ആ അപമാനിതനായ, നിന്ദിതനായ, ദുഃഖിതനായ, ഏകാഗിയായ മനുഷ്യനാണ് MTയുടെ കഥാപാത്രമായി നിങ്ങളോട് സംസാരിച്ചത്. അതുകൊണ്ട് അപ്പുണ്ണിയെപ്പോലെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു വളരും, വളർന്നു വലുതാകും, കൈക്ക് നല്ല കരുത്തുണ്ടാകും, ഈ വ്യവസ്ഥയെ മുഴുവൻ ഞാൻ മാറ്റും. ഞാൻ മാറുമെന്നല്ല, ഈ വ്യവസ്ഥ തകർക്കുമെന്നാണ്. ഇരുട്ടു നിറഞ്ഞ ഈ വ്യവസ്ഥ തകർക്കും. അങ്ങനെ പുറത്തു ചാടിയ ആളുകൾക്ക് പിൽക്കാലത്തുണ്ടായ ഒരു വിശിഷ്ട ദുരന്തം, പണ്ട് നമ്മൾ തകർത്തു പോകുന്നതൊക്കെ വിലപ്പെട്ടതായിരുന്നു എന്നൊരു വിചാരം പിൽക്കാലത്തുണ്ടാകും. ആ കോണിച്ചുവട്ടിൽ അവഗണിതനും അനാഥനുമായി കിടക്കുന്ന സമയത്താണ് ശബ്ദമുണ്ടാക്കാതെ കോണിപ്പടികൾ ചവിട്ടി ഇറങ്ങി അടുത്ത് അമ്മിണിയടുത്തി വന്ന് കിടക്കുന്നത്, അല്ലേ? കൗമാരപ്രണയത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു നിമിഷമാണ് നാലുകെട്ടിലെ പൊട്ടിഞ്ഞ അമ്മിണിയടുത്തിയുടെ കുപ്പിവളത്തുണ്ടുകൾ. ഒരു പിടി കുപ്പിവളത്തുണ്ടുകൾ സൂക്ഷിക്കാത്ത ഒരു മനുഷ്യരും അക്കാലത്തല്ല. ഇക്കാലത്ത് പിന്നെ കുപ്പിവളത്തുണ്ടില്ലാത്തതുകൊണ്ട് പ്രതീകം മാറിക്കാണുമെങ്കിലും ആ ഏകാഗ്രതയിൽ ഗൂഢമായ ഒരു കോണിച്ചുവട്ടിൽ വെച്ച് പങ്കുവെച്ച പ്രണയ നിമിഷങ്ങൾ നാലുകെട്ടിലുണ്ട്. ഇതേപോലെയാണ് അസുരവിത്തും. അസുരവിത്ത് തുടങ്ങുന്നത് ഗ്രാമത്തിലെ ക്ഷേത്രം ശേഖരൻ മുതലാളി പുതുക്കി പണിഞ്ഞു. അപ്പോൾ ഗ്രാമത്തിലെ കുന്നിൻ മുകളിൽ മുസ്ലിം മുതലാളി പള്ളി പണിഞ്ഞു. അതുവരെ മതത്തിൻ്റെ പേരിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു ഗ്രാമമാണ്. അതിലെ കുഞ്ഞുമരക്കാർ പറയുന്നുണ്ട്,
ലഹളക്കാലത്തൊരു വാക്കേറ്റം കൂടി ഉണ്ടാവാത്ത സ്ഥലമാണ് ഇത്. അന്ന് മക്കത്ത് പോയ വലിയ മുതലാളി വയസ്സ് ചെന്ന് കിടപ്പായിരുന്നു. ലഹളയുടെ വിവരങ്ങൾ ഓരോന്നായി കേട്ടു തുടങ്ങി. നാട് വിട്ടു പോകണമോ എന്ന് ആളുകൾ ആലോചിച്ചു തുടങ്ങി. അന്ന് വലിയ മുതലാളി പറഞ്ഞു, പടച്ചോൻ്റെ വേണ്ടുകയുണ്ടായിട്ട് ഞാൻ ജീവനോടെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരാളും ഈ നാട് വിട്ടു പോകരുത്. ഒറ്റ മാപ്പിളയും ഹിന്ദുവിനെ തൊടൂല, ഒറ്റ ഹിന്ദുവും മാപ്പിളേനെയും തൊടൂല. മൂപ്പരൊരാണായിരുന്നു. ഈ വാക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കും. മൂപ്പരൊരാണായിരുന്നു. കോന്തുണ്ണിയാരൊരാണായിരുന്നു. ആണിനെക്കുറിച്ച് എം ടിക്ക് ഒരു സങ്കല്പമുണ്ട്. അതായത് തൻ്റെ വ്യവസ്ഥ മനുഷ്യന് പറ്റുന്ന വിധത്തിൽ മാറ്റി പണിയുന്നവനാണ് ആൺകുട്ടി എന്ന വാക്ക് ആവർത്തിച്ച് പറയും. കണ്ണൂർ സെൻട്രൽ ജയിൽ ഉള്ളതാണ്. കൈക്ക് കരുത്തുള്ള ആണുങ്ങളുണ്ടെങ്കിൽ വരിയും എന്ന് വെല്ലുവിളിക്കുന്ന ആളുകളെ കാണും. അപ്പോൾ വ്യവസ്ഥ മാറ്റാൻ വേണ്ടി അനീതിക്കെതിരെ പോരാടുന്ന ഒരു ആൺകുട്ടിയായിരുന്നു. പക്ഷേ അതിലെ ഗോവിന്ദൻകുട്ടി ഒറ്റപ്പെടുത്തപ്പെടുകയാണ്. ഗോവിന്ദൻകുട്ടി അസുരവിത്തെന്ന് വിലയിരുത്തപ്പെട്ടവനാണ്. അവൻ്റെ ഏട്ടൻ ചതിച്ചു. ശേഖരൻ മുതലാളി മകൻ ഗർഭിണിയാക്കിയ മകളെ ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അസുരവിത്തിൽ പ്രധാനപ്പെട്ട ദുരന്തതാണ്. അങ്ങനെ തകർക്കപ്പെട്ട ഗോവിന്ദൻകുട്ടി റിബലായിത്തീർന്നു. അയാളെ തല്ലിക്കൊല്ലാനാണ് ബന്ധുക്കൾ തീരുമാനിക്കുന്നത്. അയാളെ കൂട്ടത്തോടെ അടിച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന കുഞ്ഞുമരക്കാർ പറയും, ഇനി ഈ നായരൂട്ടിയെ തൊട്ടാൽ കുഞ്ഞരക്കാരുടെ കളി മാറും. അങ്ങനെയാണ് കുഞ്ഞരക്കാർ രക്ഷിച്ച് വിട്ടുകൊണ്ടുപോകുന്നത്. പിന്നീടൊരു പ്രലോഭനത്തിൽ ഗോവിന്ദൻകുട്ടി മതം മാറി അബ്ദുള്ളയായി. അത് ആ കഥയിലെ സന്ദർഭമാണ്. അബ്ദുള്ളയായതിനു ശേഷം കുഞ്ഞുമരക്കാർക്ക് സന്തോഷമാകുമെന്ന് കരുതി കുഞ്ഞുമരക്കാരെ കാണാൻ ചെല്ലുമ്പോൾ ഫൂ എന്നൊരു തുപ്പ് തുപ്പിയിട്ട് കുഞ്ഞുമരക്കാർ പറയും, ഇന്നെന്നല്ല ഇനി ഒരു നാളും ഈ മുറ്റത്ത് കാല് കുത്തരുത്. ഇതിനു വേണ്ടിയല്ല ഞാൻ നിങ്ങളെ സഹായിച്ചത്. ഇതിനു വേണ്ടിയല്ല ഞാൻ നിങ്ങളെ സഹായിച്ചത്. എം ടി മുന്നോട്ട് വെച്ച മതേതര ജീവിത ബലം ഈ കുഞ്ഞുമരക്കാരിലുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഈ ഗോവിന്ദൻകുട്ടി നാട് വിട്ടു പോവും. തിരിച്ചു വരുന്നത് മഹാമാരിക്കാലത്താണ്. നമ്മുടെ കോവിഡ് പോലെ തന്നെ ഒരു കോളറക്കാലമുണ്ടായിരുന്നു. ആളുകൾ തുരുതുര മരിച്ചു വീഴുകയാണ്. ആ വീടുകളിലേക്ക് മനുഷ്യൻ എത്തി നോക്കില്ല. കണ്ടാൽ കോളറ പകരുമെന്ന് പേടിച്ച കാലത്ത് മരിച്ചു വീഴുന്നവരെ രക്ഷിക്കാനും മരിച്ചവരെ ശവമടക്കാനുമായി ഗോവിന്ദൻകുട്ടി ഗ്രാമത്തിൽ വരും. എം ടി എഴുതുന്നുണ്ട്, ശവങ്ങൾക്ക് ഗോവിന്ദൻകുട്ടിയെ വേണമായിരുന്നു. പാതി പ്രാണനായവർക്കും ഗോവിന്ദൻകുട്ടിയെ വേണമായിരുന്നു. അങ്ങനെ അനവധി ആളുകളെ രക്ഷിച്ച് താൻ കല്യാണം കഴിച്ച മീനാക്ഷി, അതായത് ശേഖരൻ മുതലാളിയുടെ മകൻ പിഴപ്പിച്ച് ഗർഭിണിയാക്കിയ ആ മീനാക്ഷിയുടെ കുട്ടിയെ, തൻ്റെ കുഞ്ഞല്ലെങ്കിലും അവളെ ഏറ്റെടുത്ത് ഗോവിന്ദൻകുട്ടി തിരിച്ചു പോകും. ഇനിയും ഞാൻ വരും, മനുഷ്യർക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ വരും. അത് ഗോവിന്ദൻകുട്ടിയല്ല മടങ്ങിപ്പോകുന്നത്, അബ്ദുള്ളയല്ല മടങ്ങിപ്പോകുന്നത്, ഗോവിന്ദൻകുട്ടി എന്ന മനുഷ്യനാണ് തിരിച്ചു വരാൻ വേണ്ടി യാത്ര പോകുന്നത്. 2 മാസം മുമ്പ് തിരിച്ചു വരാൻ വേണ്ടി യാത്ര പോയത് അങ്ങനെ ഒരു മനുഷ്യനാണ്. ആധുനിക കേരളീയതയിൽ മനുഷ്യത്വം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എം ടി എഴുതിയത്. ജാതിയും മതവും വർണ്ണവും വർഗവുമല്ല. ഈയിടെ ആരൊക്കെ എഴുതി, എം ടി നായന്മാരുടെ എഴുത്തുകാരനാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എം ടിയെ വായിക്കാത്തവർക്ക് ഇങ്ങനെ പലതും പറയാം. എം ടിയുടെ കഥയിലാണ് ഏറ്റവും കൂടുതൽ ദളിത് കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒടിയൻ എന്ന കഥയിലെ പാണൻ ഉണിപ്പരേനും പറയൻ കണ്ടങ്കോരനും ഏറ്റവും ദയനീയമായ, അക്കാലത്ത് ദളിതനായ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന അതിക്രൂര ദയനീയമായ ഒരു ചിത്രം. അവസാനം വല്യമ്പുരാൻ തച്ച് നടുവൊടിച്ച ആ പറയൻ കണ്ടങ്കോരൻ വല്യമ്പുരാട്ടിയുടെ അടുത്തൊന്ന് പറയുന്നുണ്ട്, അടിയൻ്റെ തെറ്റന്നെയാണ്, തമ്പുര ഒരുപാട് തല്ലിച്ചതച്ച്, തമ്പുരാട്ടിയെ ഇത്തിരി തൈലുണ്ടോ അടിയന് പുരട്ടാൻ. ഒരുപക്ഷെ ദളിതൻ്റെ അക്കാലത്തെ, ദളിതൻ ഇന്നത്തെ ഭാഷയാണ്, ഈ ദളിത് സാഹിത്യം, സ്ത്രീ സാഹിത്യം, പരിസ്ഥിതി സാഹിത്യം എന്നൊക്കെ സാഹിത്യം സ്പെഷ്യലൈസ് ചെയ്യാത്ത കാലത്താണ് എം ടി എഴുതിയത്. എം ടി സമഗ്ര സാഹിത്യമാണ് എഴുതിയത്. അതുകൊണ്ട് ഇതൊക്കെ അതിലുണ്ട്. നമുക്ക് വായിക്കാനുള്ള പരിശീലനം വേണം. ഒരുപക്ഷെ സുനിൽ സംസാരിച്ചിരുന്നെങ്കിൽ എന്നേക്കാൾ കൂടുതൽ വിശദീകരിക്കാൻ സാധിക്കുമായിരുന്നു. ഈ അംശങ്ങളൊക്കെ എം ടി അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹോളിസ്റ്റിക് ആയിട്ടാണ് എം ടി ചെയ്തത്, സമഗ്രതയാണ്. അതോടൊപ്പം തന്നെ ഒറ്റപ്പെടുത്തപ്പെട്ട മനുഷ്യരുടെ ആന്തരിക ദുഃഖങ്ങൾ. മഞ്ഞ് ലോക സാഹിത്യത്തിൽ ഏകാകികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിഹാസമാണ്. എം ടിയുടെ ഒരു കഥ തുടങ്ങുന്നുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. അജ്ഞാതൻ്റെ ഉയരാത്ത സ്മാരകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നമുക്ക് വരേണ്ടിയിരുന്ന വഴി ഇതിലെ അല്ല, നാഴികകൾ വളഞ്ഞു ചുറ്റി ഈ വഴി ഞാൻ വന്നത്, ഇവിടെ നിന്നാണ് ഞാൻ പുറപ്പെട്ടത് എന്ന് നിന്നെ അറിയിക്കാനാണ്. അന്നും ഈ മുസാവരി ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അതിനപ്പുറത്താണ് താന്നിക്കുന്ന്, അതിനുമപ്പുറം പറക്കുളം മേച്ചിൽ പറമ്പ്, പഴയ കണ്ണാന്തളിപ്പൂക്കൾ. അതെ, എൻ്റെ ബാല്യം. പാലത്തിനു ചുവട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ ഒരു കുമ്മട്ടിക്കായ അറുത്തെടുക്കുന്ന വിരലുകൾ ചാത്തുനായരുടേത്,
കാവൽ നിൽക്കുന്ന കണ്ണുകൾ എൻ്റേത്. നാഴിയരിയും ഒരു കുമ്മട്ടിക്കായയും കൊണ്ട് 5 പേർ അത്താഴപ്പഷ്ണി കിടക്കാതെ കഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. കാവൽ കിടക്കാൻ വരുന്ന ചാത്തു നായർക്കും അതിലൊരു പങ്കുണ്ട്. ഇത് MT വന്ന സ്ഥലമാണ്. ഇത് നമ്മളിൽ പലരും വന്ന സ്ഥലമാണ്. നാഴിയരിയും ഒരു കുമ്മട്ടിക്കായയും കൊണ്ട് 5-6 പേർ കഷ്ടിച്ച് പട്ടിണി കൂടാതെ കഴിഞ്ഞൊരു വ്യവസ്ഥ, തകർന്നുകൊണ്ടിരിക്കുന്നൊരു ഫ്യൂഡൽ കുടുംബ വ്യവസ്ഥ. ഉഗ്രപ്രതാപിയായ അമ്മാവൻ, സ്വത്ത് തർക്കങ്ങൾ, സ്വത്തിനു വേണ്ടി മരുമക്കൾ കോഴിയിറച്ചിയിൽ വിഷം കൊടുത്ത് കൊന്ന ചാത്തുമ്മാൻ MTയിലൊരു കഥാപാത്രമാണ്. അമ്മാവൻ്റെ കൊടും ക്രൂരത സഹിക്കവയ്യാതെ കോഴിയിറച്ചി ഇഷ്ടമുള്ള അമ്മാവന് കോഴിയിറച്ചിയിൽ വിഷം കൊടുത്തു കൊന്നു. പത്തായപ്പരയിലിരുന്ന് വിഷം ചേർത്ത കോഴിയിറച്ചിക്കറി തിന്ന് വെള്ളത്തിന് ദഹിച്ച് അമ്മാവൻ ഉറക്ക നിലവിളിച്ചു. മരുമക്കളാരും തിരിഞ്ഞു നോക്കിയില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കുട്ടിയായ MT കേട്ടത് അനാഥനായി മരിച്ചുപോയ ആ ചാത്തുമ്മാൻ്റെ നിലവിളിയാണ്. മറ്റൊരമ്മാവൻ താശമ്മാൻ ധാരാളം പണമുണ്ടാക്കി കിഴികളാക്കി കുഴിച്ചിട്ടു, ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കാൻ. അവസാനം താശമ്മാന് ഭ്രാന്തായി. കിഴി എവിടെയാണ് കുഴിച്ചിട്ടത് എന്നറിയാതെ കിഴി അന്വേഷിച്ചിങ്ങനെ കുത്തി കുത്തി നടക്കുന്ന താശമ്മാൻ കുത്തുന്ന ശബ്ദം കേട്ടാണ് MT ഉറങ്ങാതെ കിടന്നത്. MTയിലെ കുട്ടിയാണ്. MT 17 വയസ്സ് വരെ മാത്രമേ കൂടല്ലൂരിൽ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ MT എഴുതിയതൊക്കെ കൂടല്ലൂരിൻ്റെ കഥകളാണ്. MT 17 വയസ്സിൽ വിക്ടോറിയ കോളേജിൽ പഠിക്കാൻ പോയി. പിന്നീട് കോഴിക്കോട്ട് പോയി. വല്ലപ്പോഴും വരുന്ന സ്ഥലമായിരുന്നു കൂടല്ലൂർ. MT പറഞ്ഞിട്ടുണ്ട്, തളരുമ്പോൾ സ്വന്തം മണ്ണിൽ പുണർന്നു കിടന്ന് ഊർജം സംഭരിക്കുന്ന ട്രോജൻ പടയാളിയെപ്പോലെ ഞാൻ കൂടല്ലൂർക്ക് വന്നിട്ടുണ്ട്. ഞാൻ MT കൂടല്ലൂരിൽ വന്നപ്പോഴൊക്കെ കഴിഞ്ഞൊരു 35 വർഷമായി കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ആ മണ്ണിലൂടെ MT കണ്ടെത്തിക്കൊണ്ടിരുന്ന ഊർജ സ്രോതസ്സുകൾ ഈ പുഴയിലെ ഉദയവും നരിമാളൻ കുന്നിലെ അസ്തമയവും പോലെ ചേതോഹരമായ ഒരു കാഴ്ചയും ലോകത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന തനി ഗ്രാമീണനാണ് ഞാൻ. ഈ പുഴയിലെ ഉദയവും നരിമാളൻ കുന്നിലെ അസ്തമയവും പോലെ ചേതോഹരമായ ഒരു കാഴ്ചയും ലോകത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന തനി ഗ്രാമീണനാണ് ഞാൻ. വാസുദേവൻ നായർ എന്ന MT എന്ന ആ പഴയ കുട്ടി തനി ഗ്രാമീണനായിരുന്നു. ഒരു കണ്ണാന്തളി പൂ കണ്ടാൽ മുഖം വിടരുന്ന ഒരാൾ. ഇടയ്ക്ക് ഞാൻ വാസുവേട്ടനെ അവസാന കാലങ്ങളിൽ പ്രകോപിപ്പിക്കാൻ ചെയ്തുകൊണ്ടിരുന്നത് കൂടല്ലൂരിലെ ഏതെങ്കിലും ഒരു കഥ വാസുവേട്ടനോട് പറയും. ചോലയിലെ വല്യമ്മയെ ഓർമ്മയില്ലേ? പെട്ടെന്നൊരു കുട്ടിയെപ്പോലെ ആ വല്യമ്മ താമസിച്ചിരുന്നത് എന്നിങ്ങനെ പറയാൻ തുടങ്ങും. ഇപ്പം MT നിശബ്ദനായിരിക്കുമ്പോൾ MTയെ പ്രകോപിപ്പിക്കാൻ ഞാൻ പ്രയോഗിച്ചിരുന്നൊരു സൂത്രം കൂടല്ലൂരിലെ ഏതെങ്കിലും ഒരു കഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവസാനം ഒരു കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞു, കൂടല്ലൂരിലൊരു മേനോനുണ്ടായിരുന്നു. അയാൾ സംബന്ധത്തിന് പോകുമ്പോൾ സാധാരണ കാര്യസ്ഥന്മാരാണല്ലോ വിളക്ക് പിടിക്കുക, എന്നാൽ മേനോൻ്റെ കൂടെ ഒരു പട്ടി റാന്തൽ വിളക്ക് പിടിച്ച് ഇങ്ങനെ നടക്കും. പട്ടി റാന്തൽ വിളക്ക് പിടിച്ച് സംബന്ധത്തിന് കൊണ്ടുപോയിരുന്ന മേനോനെക്കുറിച്ച് അത് കുമരനെല്ലൂരിലെ കുളങ്ങളിൽ എവിടെയോ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ ചില കഥകൾ MT പറയും. ഒരിക്കൽ പറഞ്ഞു, അവിടെ ഗോപിയേട്ടൻ എന്നൊരാളുടെ അടുത്ത്, എനിക്കും അറിയുന്ന ആളാണ്. ഗോപിയേട്ടനാണ് സ്വർഗം തുറക്കുന്ന സമയത്തിലെ കുട്ടിനാരായണൻ. ആളുകളെ മരിപ്പിക്കുന്ന ഒരാളില്ലേ, എല്ലാ വീട്ടിലും വന്ന് എല്ലാ നാട്ടിലും അങ്ങനെ മരിപ്പിക്കാൻ വരുന്നൊരാൾ. കുട്ടിനാരായണനോട് ചോദിക്കും, കുട്ടിനാരായണ നീ മരിച്ചാൽ ആരാ അതിനൊക്കെ? അപ്പോൾ കുട്ടിനാരായണൻ അനുഭവിക്കുന്ന ഒരു സംഘർഷമുണ്ട്. നാട്ടുകാരെ മുഴുവൻ മരിപ്പിക്കാൻ നടക്കുന്ന കുട്ടിനാരായണൻ മരിച്ചാൽ ആരാണ് ഇതിനൊക്കെ? ആ കുട്ടിനാരായണനാണ് ഈ ഗോപിയേട്ടൻ. MT ഒരു 3 കൊല്ലം മുമ്പേ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞു. ഗോപിയേട്ടൻ അവിടെ ഉണ്ട്, ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നെൻ്റെ ഓർമ്മ. MTയോട് ഗോപിയേട്ടൻ വന്ന് ചോദിച്ചു, അല്ല വാസു നീ പോവുകയാണോ എന്ന് ചോദിച്ചു. അത് ഗോപിയേട്ടൻ പോവുകയാണ്. നീയേ ആ തള്ളേനെ ഒന്ന് പോയി കണ്ടോ? ഞാൻ പോയിരുന്നു. ആ തള്ളയുടെ കണ്ണും മൂറും അത്ര ശരിയല്ല കേട്ടോ. ആ തള്ള ആരാണെന്നറിയാമോ? കൊടിക്കുന്നത്തുകാവിലമ്മയാണ്. കൊടിക്കുന്നത്തുകാവിലമ്മ MT പോയി കാണാഞ്ഞിട്ട് കണ്ണും മൂറും ഒക്കെ ശരിയല്ലാതെ പരിഭവിച്ചിരിക്കുകയാണ്. ഒന്ന് പോയി കണ്ടോ എന്നാണ്. MT യുക്തിവാദികളുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളും ഇല്ല എന്ന് ഞാൻ സമ്മതിക്കാം, പക്ഷേ എൻ്റെ നാട്ടിലെ കൊടിക്കുന്നത്തുകാവിലമ്മ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം MT ഒരു വിചിത്രമായ വിശ്വാസം നമുക്ക് തന്നു. ആ MT തന്നെയാണ് ജീവിതം മുഴുവൻ തകർന്നു പോയ ഒരു വെളിച്ചപ്പാടിൻ്റെ കഥ പറഞ്ഞത്. വെളിച്ചപ്പാടിൻ്റെ അച്ഛൻ വെളിച്ചപ്പാടായിരുന്നു. വെളിച്ചപ്പെട്ട് തളർന്നു വീണ് കിടക്കുകയാണ്. അയാളുടെ മകൻ ഗതിയില്ലാതെ നാട് വിട്ടു, എവിടെയാണെന്നറിയില്ല. അയാളുടെ മകളെ പൂജാരി പിഴപ്പിച്ചു, അനാഥനായി. അവസാനം ഗതികേട്ട് സഹിക്കവയ്യാതെ ഒരു ഗുരുതി നടത്തി രക്ഷപ്പെടാൻ വേണ്ടി ഗുരുതിക്ക് വെളിച്ചപ്പെടാൻ വാളെടുക്കാൻ വരുമ്പോൾ ത്രിസന്ധ്യാനേരത്ത് വാതിലടഞ്ഞ് കിടക്കുന്നു. ആരാ ഈ ത്രിസന്ധ്യാനേരത്ത് ഈ വാതിലടച്ച് കിടക്കുന്നത്? അശ്രീകരം പിടിക്കാൻ നാരായണി, അമ്മിണി, ആരും വിളി കേൾക്കുന്നില്ല. അവസാനം നാരായണി വാതിൽ തുറക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി
തൻ്റെ 4 മക്കളെപ്പെട്ട നാരായണിയും തൻ്റെ ശരീരം വിൽക്കുകയാണ്. അവസാനമാണ് ഭഗവതിയുടെ മുമ്പിൽ തല വെട്ടിപ്പിളർന്ന് ആ ചോര വായിലേക്കെടുത്ത് വിഗ്രഹത്തിന് നേരെ തുപ്പി എന്നാണ് എം ടിക്ക് നേരെ ഉള്ളപ്പോഴത്തെ ആരോപണം. പക്ഷെ അന്ന് ഭഗവതിമാർ നന്നാവാൻ അതൊരു കാരണമായി എന്ന് എനിക്ക് തോന്നുന്നു. അതോടുകൂടി ഭഗവതിമാരൊക്കെ നന്നായി. ഇപ്പം ഭഗവതി ക്ഷേത്രങ്ങളൊന്നും അങ്ങനെ അനാഥാവസ്ഥയിലല്ല. വെളിച്ചപ്പാടുമാരും നന്നായി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വെളിച്ചപ്പാടിനെ കണ്ടത് ബൈക്കിന് ഇങ്ങനെ പള്ളിവാളമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അയാൾ ഒരിടത്ത് വെളിച്ചപ്പെട്ട് അടുത്ത സ്ഥലത്തേക്ക് കോൾ ഷീറ്റ് പൂർത്തിയാക്കാൻ വേണ്ടി പോവുക. നല്ല വരുമാനമുണ്ട് വെളിച്ചപ്പാട്. അപ്പോൾ വെളിച്ചപ്പാടുമാരുടെ ജീവിതം നന്നാക്കിയെടുത്തതിൽ ആ പരാജയപ്പെട്ട വെളിച്ചപ്പാടിൻ്റെ കഥ പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായി ഇല്ലേ? വിമലയുടെ ജീവിതം, വേലായുധൻ്റെ ജീവിതം, വടക്കേ വീട്ടിൽ നിന്ന് ചങ്ങലക്കിട്ടടുത്ത് നിന്ന് ചങ്ങല പൊട്ടി ചോടി വന്ന് മാളെടുത്ത് ഇത്തിരി ചോറ് തരുമെന്ന് ഇരുട്ടിൽ നിന്ന് വേലായുധട്ടൻ നിലവിളക്കിൻ്റെ വെളിച്ചത്തിലേക്ക് കയറി വന്നു. അതാണ് എം ടിയുടെ വല്ലാത്തൊരു പ്രയോഗമാണ്. ഇരുട്ടിലാണ് വേലായുധട്ടൻ, മനോരോഗിയായി ഭ്രാന്തനായി ഇരുട്ടിലാഴ്ത്തപ്പെട്ടവനാണ്. അയാൾ വെളിച്ചത്തിലേക്ക് കയറി വരുന്നു. എം ടി ചെയ്തത് അതാണ്. ഇരുട്ടിൽ കിടന്നൊരു ഭ്രാന്തനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അയാൾ ഭ്രാന്തനല്ല, നമ്മളാണ് അയാളെ ഭ്രാന്തനാക്കിയത്. പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു ഭ്രാന്താശുപത്രി സന്ദർശിച്ചൊരു കഥയുണ്ട്. ഭ്രാന്താശുപത്രിയിൽ ചെന്ന് ഭ്രാന്തന്മാരൊക്കെ കാണണമെന്ന് നെഹ്റു വാശി പിടിച്ചു. ഇപ്പോൾ ഭ്രാന്താശുപത്രിക്കാർക്ക് പേടി, പ്രധാനമന്ത്രിയാണ് വരുന്നത്. അതുകൊണ്ട് സാമാന്യം ഭ്രാന്ത് ഭേദമായ കുറച്ച് മര്യാദക്കാരനായ ഒരാളെ സെല്ലിൽ നിർത്തി. പുറത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിന്നു. അയാളോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അയാൾ ചിരിച്ചു. സാരമില്ല, മാറിക്കോളും, ഞാൻ വരുമ്പം മഹാത്മാഗാന്ധിയാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നെഹ്റു വിചാരിക്കുന്നത് കൂട്ടിലാണ് ഭ്രാന്തനെന്നാണ്, കൂട്ടിലുള്ള ആൾ വിചാരിക്കുന്നത് പുറത്താണ് ഭ്രാന്തൻ. അതുപോലെ ലോകത്തിന് മുഴുവൻ ഭ്രാന്തായതുകൊണ്ടാണ് ഒരു വേലായുധട്ടൻ സൃഷ്ടിക്കപ്പെട്ടത്. അയാൾക്ക് പ്രണയമുണ്ട്. അമ്മുക്കുട്ടിയെ കാണുമ്പോൾ അയാൾക്ക് ഭ്രാന്തില്ല. അമ്മുക്കുട്ടിയെ ഞാനൊന്ന് തൊടട്ടെ എന്ന് ചോദിക്കേണ്ട അയാൾ. അമ്മുക്കുട്ടിയെ ഞാനൊന്ന് തൊടട്ടെ. ആ അമ്മുക്കുട്ടിയും അയാളെ വിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ആ നിറപറയുടെ മുമ്പിലേക്ക് വേലായുധട്ടൻ ചെല്ലുമ്പോൾ ഭ്രാന്തൻ എന്ന് അമ്മുക്കുട്ടി പറയുമ്പോഴാണ് സ്വയം തകർന്ന് അച്ചോന്നാരുടെ കാൽക്കൽ വീണ് എനിക്ക് ഭ്രാന്താണ്, എന്നെ ചങ്ങലക്കിടൂ. ആ വേലായുധട്ടൻ പറഞ്ഞത് ലോകത്തിന് ഭ്രാന്താണെന്നാണ്. ഇങ്ങനെ ഭ്രാന്തന്മാരുടെ ഉള്ളിലിരുന്ന്, അവഗണിതരായ വെളിച്ചപ്പാടുമാരുടെ ഉള്ളിലിരുന്ന്, ദുഃഖിതരായ ഭീമന്മാരുടെ ഉള്ളിലിരുന്ന്, ഏകാഗികളായ വിമല വിചാരിക്കുന്നത് 12 കൊല്ലം മുമ്പ് ഒരു രാത്രിയിൽ തന്നെ കീഴ്പ്പെടുത്തിയ സുധീർ കുമാർ മിശ്ര വരുമെന്നാണ്. നൈനിത്താളിലെ വിളക്കുകാലുകൾ കത്താൻ തുടങ്ങുമ്പോൾ, പെയിൻ്റ് അടിച്ച് പുതിയ സീസൺ തുടങ്ങുമ്പോൾ വിമല വിചാരിക്കും വരും, വരാതിരിക്കില്ല. പക്ഷെ ഒരിക്കലും സുധീർ കുമാർ മിശ്ര വരില്ല എന്ന് നമുക്കറിയാം. പലതും നടക്കില്ല എന്നറിഞ്ഞാലും നമ്മൾ വിചാരിക്കുന്നുണ്ട് വരും, വരാതിരിക്കില്ല. ബുദ്ധുവിൻ്റെ അച്ഛൻ, അയാൾക്കറിയില്ല, ഏതോ സഞ്ചാരിയാണ്. അമ്മ കൊടുത്തൊരു പടം മാത്രമേ അയാളുടെ കയ്യിലുള്ളൂ. അവൻ ചോദിക്കും, മാം സാബ് വരുമോ? വരും, വരാതിരിക്കില്ല. ഇതാണ് എം ടി തന്ന മരുന്ന്. നിങ്ങളുടെ ദുഃഖങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവും. നിങ്ങൾ ഏകാഗികളാണ്, നമ്മൾ ഏകാഗികളാണ്, പക്ഷെ വരും, ഒരു പ്രത്യാശ വരും, ഇരുട്ട് നീങ്ങും. ഇരുട്ടിൻ്റെ ആത്മാവ് എന്നാണ് എം ടി ഒരു കഥയ്ക്ക് പേരിട്ടത്. ഇപ്പോൾ കേരളീയ ആധുനികതയിൽ വെളിച്ചത്തിൻ്റെ ഒരു പ്രത്യാശ തന്ന ആളാണ്. കേരളീയ കഥകളാണ് പറഞ്ഞത്. കൂടല്ലൂരിലെ തേക്ക് സമ്പ്രദായങ്ങൾ, കൂടല്ലൂരിലെ അമ്പലങ്ങൾ, കൂടല്ലൂരിലെ പള്ളികൾ, ജാറങ്ങൾ, നേർച്ചകൾ, വേലപൂരങ്ങൾ, അവിടുത്തെ കൃഷി സമ്പ്രദായങ്ങൾ, അവിടുത്തെ പൊടിവിത, കുട്ടാടൻ വിത തുടങ്ങിയിട്ടുള്ള കൃഷിയിലെ നാനാത്വങ്ങൾ ഒക്കെ എം ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അസുരവിത്തും നാലുകെട്ടും വായിച്ചാൽ കേരളത്തിൽ നഷ്ടപ്പെട്ട കൃഷിയുടെ മുഴുവൻ വിശദാംശങ്ങളും ഒരു കൃഷിശാസ്ത്രജ്ഞൻ രേഖപ്പെടുത്തിയതിനേക്കാൾ നന്നായിട്ട് എം ടി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഈ പൊടിവിത എന്നറിയാമോ? വെള്ളം കുറഞ്ഞാൽ സാധാരണ ചെയ്യുന്ന വിതയാണ് പൊടിവിത. ഗോപിയുടെ കൂടെ ഇരിക്കുന്നത് പൊടിവിതയൊക്കെ ചെയ്തിട്ടുണ്ടാവും. വെള്ളം കൂടിയാൽ ചെയ്യുന്നത് പൊക്കാളി വിതയാണ് അല്ലേ? പൊക്കാളി വെള്ളത്തിന് മീതെ തല ഉയർത്തി കതിരാവും. പൊടിയിൽ മുളയ്ക്കുന്നതാണ് പൊടി വിതയ്ക്കത്. ഈ വിത്തുകളുടെ പേരൊക്കെ അതിലുണ്ട്, തേക്ക് സമ്പ്രദായങ്ങളുടെ പേരുണ്ട്. നിങ്ങൾ വീണ്ടും ഒന്ന് നാലുകെട്ടൊക്കെ എടുത്ത് വായിച്ചു നോക്കും. എല്ലാ കേരളത്തിൻ്റെ നഷ്ടപ്പെട്ട ഒരു കേരളീയ പരിസരം എം ടി, അതിൻ്റെ ഒരു ആധുനികത എം ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കേരളം കടലെടുത്ത് പോയാലും എം ടിയുടെ കൃതികളുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ കേരളം ഉണ്ടാക്കാൻ പറ്റും. അത്രമേൽ കേരളീയതയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇതിഹാസകാലത്തെ ഹസ്തിനപുരത്തിലെ കഥ മുഴുവൻ സൗഭദ്രമെന്ന് തുടങ്ങി പുരഞ്ജയമെന്ന് തോന്നിപ്പിക്കുന്ന പഴയ കടത്തനാടൻ അടവോ എന്ന് വടക്കൻ വീരഗാഥയിൽ ചോദിക്കുന്നത് ഈ പുരഞ്ജയവും സൗഭദ്രവും ഒക്കെ കേരളത്തിലെ ഇന്ത്യയിലെ പഴയ യുദ്ധത്തിലെ അടവുകളാണ്. ഇതൊക്കെ എം ടി പഠിച്ചിട്ടുണ്ട്. എം ടി ഇതൊന്നും പഠിക്കാതെ എഴുതിയതല്ല. രണ്ടാമൂഴത്തിന് വേണ്ടി എം ടി റെഫർ ചെയ്ത ഗ്രന്ഥങ്ങളുടെ കണക്കെടുത്താൽ 10,000 വരും. രണ്ടാമൂഴം എഴുതുന്നൊരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. വിലാസിനി ഒപ്പുവിൻ്റെ വീട്ടിലിരുന്നാണ് എം ടി എഴുതിയത്. അന്ന് എം ടി ആയിട്ട് എനിക്ക് ഇത്ര അടുത്ത പരിചയമില്ല. എം ടിയുടെ ജ്യേഷ്ഠൻ്റെ മക്കൾ എൻ്റെ കൂടെ പഠിച്ചിരുന്നവരാണ്. അപ്പോൾ അനിതയോട് പറഞ്ഞ് എം ടി ഒന്ന് കാണാൻ ഞാൻ കൂടല്ലൂർ പോയി, കാണാൻ പറ്റിയില്ല. അന്ന് രവിയേട്ടനെ കണ്ട് മടങ്ങേണ്ടി വന്നു.
ഞാൻ അന്ന് മുതൽക്കുള്ള വ്യക്തിഗതമായ കാര്യങ്ങളൊന്നും പറഞ്ഞു. അപ്പോൾ MT അങ്ങനെ സംഭരിച്ചതാണ് ഇതൊക്കെ. മാറുന്നൊരു കേരളത്തിൽ മനുഷ്യത്വം നിലനിൽക്കണം. ജാതിയല്ല, മതമല്ല, മനുഷ്യനാണ് നിലനിൽക്കേണ്ടത്. അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി ആ മനുഷ്യനാണ്. മനുഷ്യനെയാണ് MT എന്നും പഴയ ഗ്രീക്ക് പുരാവൃത്തത്തിലെ നായകനെ പോലെ റാന്തൽ പിടിച്ച് നടന്ന് കണ്ടത്. നിർമാല്യത്തിൽ പറഞ്ഞതും ബന്ധനത്തിൽ പറഞ്ഞതും ഈ മനുഷ്യാധുനികതയുടെ കഥയാണ്. അവസാനം വാരാണസിയിലെ സുധാകരൻ തനിക്ക് ബലിയിടാൻ ആരും ഉണ്ടാവുകയില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ്. തനിക്ക് പിതൃക്രിയ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അയാൾ ആത്മപിണ്ഡം സമർപ്പിക്കുകയാണ്. ആ കഥ വായിച്ചിട്ടുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ ആരും ബലിയിടാനില്ലാത്തവർക്ക് സ്വയം നമുക്ക് വേണ്ടി ബലിയിട്ടിട്ട് മരിക്കാം. അതിനാണ് ആത്മപിണ്ഡം. ആത്മപിണ്ഡം വരെ സമർപ്പിച്ചു പോയ തന്നിൽ സമ്പൂർണനായൊരു മനുഷ്യനായിരുന്നു. ഒന്നിനു മുമ്പിലും കീഴടങ്ങാത്ത ഒരാൾ, തന്നിലൂടെ ഒരു കാലത്തെ സൃഷ്ടിച്ചൊരാൾ. MT ആണ് നമ്മുടെ നാടൻ പാട്ടുകളെ മുഴുവൻ തൻ്റെ സിനിമകളിലൂടെ കൊണ്ടുവന്നത്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. MTയുടെ സിനിമകളിലാണ് നാടൻ പാട്ടുകൾ പല രൂപത്തിൽ വന്നത്. MTയുടെ ആദ്യത്തെ ഒരു സിനിമയാണ്, ആദ്യത്തല്ല, MT ഇടക്കാലത്തൊരു സിനിമയാണ് ഈ അസുരവിത്ത്. അതിലാണ് അതിപ്രശസ്തമായൊരു നാടൻ പാട്ടുള്ളത്. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരാമോ പൂങ്കുയിലേ പൊന്നാരെ. ആ പാട്ട് നാടൻ പാട്ടാ. താമച്ചാട്ട് ഗോവിന്ദൻകുട്ടി ശേഖരിച്ച വള്ളുവനാടൻ നാടൻപാട്ടുകളിൽ നിന്ന് ശേഖരിച്ചൊരു പാട്ടാ. അരിയൻ നെല്ല് വിളഞ്ഞാല് അച്ഛൻ കാവൽ പോയാല് ആടിപ്പാടാൻ പോരാം ഞാൻ പൂങ്കുയിലേ പൊന്നാരെ. അക്കരെ നാത്തൂൻ വന്നാല് അമ്മ വിരുന്നും പോയാല്, അല്ലേ? അക്കരെ നാത്തൂൻ വന്ന് അമ്മ വിരുന്ന് പോയാൽ, അച്ഛൻ കാവൽ പോയാൽ, ഡാഡി മമ്മി വീട്ടിലില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു പഴയ രൂപമാണ്. പുതിയ പാട്ടാണ് ഡാഡി മമ്മി വീട്ടിലുള്ള, ആടിപ്പാടാൻ പോരാം. ഇത് തന്നെയാണ് അന്നും പറഞ്ഞിട്ട്. ഇത് കേരളത്തിൻ്റെ ഒരു നാടോടിപ്പാട്ടിൽ ഉണ്ടായിരുന്നതാണ് എന്ന് MT നമ്മെ ഓർമ്മപ്പെടുത്തി. MT ആണ് ഏറ്റവും മികച്ച നാടോടിപ്പാട്ടുകൾ തൻ്റെ സിനിമകളിൽ. നിർമാല്യത്തിൽ പാട്ടില്ല. 4 പാട്ടുള്ളതും 1 ഇടശ്ശേരിയുടെ കവിതയാണ്, സമയമായി സമയമായി തേരിറങ്ങുക അമ്മയോ. 1 കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു പുള്ളുവപ്പാട്ടാണ്. ശ്രീ മഹാദേവൻ തൻ്റെ ശ്രീ പുള്ളോർ കുടം കൊണ്ട് ഓമന ഉണ്ണീടെ നവറ് പാടുന്നേ, ഓമന ഉണ്ണീടെ നവറ് പാടുന്നേ. മുറ്റത്തോരുണ്ണീടെ പറ്റടി കാണാഞ്ഞ് ഉറ്റോരേ നിത്യം ഭജിച്ചു കൊതിച്ചമ്മ, വഴിയിലെത്താണി കെട്ടിക്കാമെന്നച്ഛൻ, ദാഹവെള്ളവും പാരിക്കാമെന്നമ്മ. രാഘവ മാഷ് അതിന് കൊടുത്തിരിക്കുന്ന സംഗീതം സൗരാഷ്ട്രം എന്ന രാഗത്തിൽ പുള്ളുവപ്പാട്ടിൻ്റെ ഈണങ്ങൾ ചാലിച്ചുണ്ടാക്കിയൊരു പാട്ടാണ്. അതുപോലെ എത്രയോ നാടൻ പാട്ടുകളുണ്ട്. പകലവനിന്ന് മറയുമ്പോൾ അകിലുപു കച്ച മുറിക്കുള്ളിൽ പരിമതി ബിംബമുദിത്തപ്പോൾ പുതുമണവാട്ടി. ആ പാട്ട് MTയുടെ കഥയില്ല, സിനിമയില്ല. ഓളവും തീരവും എന്ന സ്ക്രിപ്റ്റ് വായിച്ചാൽ അറിയാം ബാപ്പുട്ടിയുടെ മനസ്സിൽ മോയിൻകുട്ടി വൈദ്യരുടെ ഇശലുകൾ എന്ന് MT എഴുതി വെച്ചത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ മോയിൻകുട്ടി വൈദ്യരുടെ ഇശലുകൾ എന്താണെന്നറിയാത്ത PN മേനോൻ ആ സീനിൽ 3 ഇശലുകളാണ് മോയിൻകുട്ടി വൈദ്യരുടെ. കാനേഷൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 ഇശലുകളാണ്. തടകി മണത്തെ സമയത്തിൽ ഉടനവനെത്തി മനതുള്ളിൽ സരസിജമുറ്റേ മധുരത്തേൻ ഹുസ്നുൽ ജമാല, അവളുടെ തരമഹ്തൊക്കെ മറന്നിടും എന തുടഹാലാൽ. ആദ്യമായിട്ടൊരു മാപ്പിളപ്പാട്ട് മോയിൻകുട്ടി വൈദ്യരുടെ ഇശൽ പൊതുരംഗത്തേക്ക് വരുന്നത് ആ പടത്തിലാണ്. കണ്ടാറക്കട്ടും അവണ്ടരുളൊത്തൊക്കെ തുണ്ടതിലുണ്ടാനേ ഒരുത്തി കഹനിലൂതിത്ത ഖമർ പൊൽമുഖം കത്തി ലങ്കി മറിന്താനേ. അതുപോലെ പാട്ടാ. ഒയ്യേ എനിക്കുണ്ട് പയ്യല് പീറായത്തിൽ ഒത്തൊരു മീത്ത് കള്ളിത്തും കൊണ്ട് ഒരുവൻ ഉറ്റൊരു വാക്ക് ഞാൻ തെറ്റിടാതെ ഹയ്യവൻ നാമത്തെ മൊയ്യും സ്വൈനു തുജർ ആമേയൻ നാമം നസീമത്തെൻറും നാങ്കൾക്കാശേയും വൻ വിഷു വാസം തന്നിൽ
പുല്ലരശൻ നീക്കാഹെന്നെ പിരിശത്തിൽ ചെയ്യുവാനും ആടും ദീനം വീട് കൂടുവാനും ദിവസം ആശയിൽ നീ ചെയ്യിച്ചോഷ വീശി. ഇതിങ്ങനെ പാടി അങ്ങനെ പാടിപ്പോവും. സുബ്രഹ്മണ്യം വന്നിരിക്കുന്നുണ്ട്, സമയം ഏതാണ്ട് കഴിയാറായില്ലേ. ഏതായാലും ഞാൻ അവസാനിപ്പിക്കാം. പറഞ്ഞു വന്നത്, കേരളീയ ആധുനികതയിലേക്ക് ഫോക്ക് ലോറിനെ കൊണ്ടുവന്നു. ലോകത്തിലെ മുഴുവൻ കഥകളെ, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിച്ച ഒരേ ഒരു എഴുത്തുകാരനാണ്. ലോകത്തിൽ തന്നെ MT വായിച്ചത്ര വായിച്ച ഒരു എഴുത്തുകാരൻ ഉണ്ടാവില്ല. ലോകത്തെല്ലാ കൃതികളും MT വായിച്ചിട്ടുണ്ട്, ഏറ്റവും അപ്ഡേറ്റായ കൃതികൾ. മാർക്കസ് എന്ന എഴുത്തുകാരനെ 60കൾക്കൊടുവിൽ മലയാളികളെ പരിചയപ്പെടുത്തിയത് MT വാസുദേവൻ നായരാണ്. MT പോലെ നമുക്കൊക്കെ മാർക്കസിനെ ആരാധനയായി. അത് സൃഷ്ടിച്ചത് MT ആണ്. MT എന്ന പത്രാധിപരാണ് കേരളത്തിലെ മിക്കവാറും ആധുനികരായ മുഴുവൻ എഴുത്തുകാരെയും കൊണ്ടത്. സേതു, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, മുകുന്ദൻ തുടങ്ങി ഇന്നും നമുക്ക് ദഹിക്കാത്ത മേതിൽ രാധാകൃഷ്ണൻ്റെ സൂര്യവംശം 4 പതിറ്റാണ്ട് മുമ്പ് മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ചത് MT എന്ന പത്രാധിപരാണ്. MT എന്ന സഞ്ചാര സാഹിത്യകാരനാണ് നേരത്തെ പറഞ്ഞ ആൾക്കൂട്ടത്തിൽ തനിയയിലാണ് മാർക്കസിനെ അവതരിപ്പിച്ചത്. MT എന്ന നാടകകൃത്തിൻ്റെ ഒരേ ഒരു നാടകമേ ഉള്ളൂ, ഗോപുരനടയിൽ. അതിന് സമാനമായിട്ട് മറ്റൊരു നാടകമില്ല. 2 സിനിമയ്ക്ക് MT പാട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പാട്ട് വളർത്തുമൃഗങ്ങളിലാണ്, കാക്കാലൻ കളിയച്ഛൻ കണ്ണു തുറന്നിരുന്നുറങ്ങുന്നു. കാലത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായൊരു പാട്ട് മലയാള സാഹിത്യത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ഒരു മുറിക്കണ്ണാടിയിൽ ഒന്ന് നോക്കി, അറിഞ്ഞില്ല ഞാൻ എന്നെ അറിഞ്ഞില്ല, ശുഭരാത്രി നിങ്ങൾക്ക് നേരുന്നു. അങ്ങനെ പാട്ടെഴുത്ത്, കഥകൾ, നോവൽ, സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളും, ഭാഷയ്ക്ക് വേണ്ടിയുള്ള ഈ ചിരന്തന സ്മാരകമായ തുഞ്ചൻ പറമ്പ് എന്താണ് ആധുനികതയ്ക്ക് വേണ്ടി MT ചെയ്യാത്തത്? ആധുനികരായിരിക്കുമ്പോഴും നിങ്ങൾ മനുഷ്യരായിരിക്കണം എന്നും MT ഓർമ്മപ്പെടുത്തി. മുറപ്പെണ്ണെന്ന സിനിമയ്ക്ക് വേണ്ടി ഭാസ്കരൻ മാഷ് എഴുതിയ ഒരു പാട്ടുണ്ട്. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിൻ്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. പിന്നീട് വന്ന പാട്ടാ, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. ഇത് അടിച്ചു മാറ്റാനൊക്കെ ആളുകൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. MTയുടെ മുറപ്പെണ്ണില്ലെങ്കിൽ വാത്സല്യം എന്ന സിനിമ ഇല്ല. MTയുടെ ഇരുട്ടിൻ്റെ ആത്മാവില്ലെങ്കിൽ തനിയാവർത്തനം എന്ന സിനിമയില്ല. MTയുടെ താഴ്വാരം എന്ന സിനിമയില്ലെങ്കിൽ കന്മദം എന്ന സിനിമയില്ല. ഞാനും ആരെ അവമാനിക്കാൻ വേണ്ടി പറയല്ല. ആദ്യം നടന്നത് MT ആണ്, അത് പിന്നീടാണ് ഇതൊക്കെ ആളുകൾ എടുത്തത്. ഭാസ്കരൻ മാഷിൻ്റെ ജന്മശതാബ്ദി വർഷമായത് സാന്ദർഭികമായിട്ട് ഓർത്തതാണ്. ഭാസ്കരൻ മാഷ് നഗരമേ നന്ദിക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി. താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ MTയോട് ചോദിച്ചു, വാസു നീ താന്നിയൂർ എവിടെയാണെന്നറിയോ? വാസുവേട്ടൻ കൈമലർത്തി. അപ്പോൾ ഭാസ്കരൻ മാഷ് പറഞ്ഞു, താന്നിക്കുന്ന് MTയുടെ അടുത്തല്ലേ, MTയുടെ നാട് കൂടല്ലൂരല്ലേ. ഇപ്പോൾ താന്നിക്കുന്നിലെ താന്നിയും കൂടല്ലൂരിലെ ഊരുമെടുത്ത് ഭാസ്കരൻ മാഷ് സൃഷ്ടിച്ച ഒരു പുതിയ ദേശമാണ്. അത്രയും ഇത് ഭാസ്കരൻ മാഷെ പോലൊരു കവിക്ക് ഒരു പുതിയ ദേശമുണ്ടാക്കാൻ വരെ MT സാഹിത്യം പ്രയോജനപ്പെട്ടു. അതിലെ പ്രശസ്തമായ ആ പാട്ടാണത്. എള്ളെണ്ണ മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരാ, ധനുമാസം പൂക്കൈത മലർ ചൂടി വരുമ്പോൾ ഞാൻ അങ്ങയെ കീനാവു കണ്ട് കൊതിച്ചിരിക്കും. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ. അപ്പം മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ്റെ കടവത്ത് മഞ്ഞളരച്ചു വെച്ച് നീരാടുന്നില്ല. ഇതൊക്കെ വെച്ച് തന്നെയാണ് ഭാസ്കരൻ മാഷും വയലാറ് എഴുതി ഭാരതപ്പുഴയിലെ ഓളങ്ങളെയൊക്കെ എഴുതുന്നു. കണ്ണീര് മുലിപ്പിച്ച് മനുഷ്യൻ്റെ കൈവഴികൾ പിരിഞ്ഞു പോയ, മരുമക്കത്തായ കുടുംബ വ്യവസ്ഥ തകർന്നു പോയ ഒരു കാലത്ത് നിന്ന് പുതിയ മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി നിരന്തരം ചിന്തിക്കുകയും എഴുതുകയും ഇടപെടുകയും 91-ാം വയസ്സിൽ കണ്ണടയ്ക്കുന്നതുവരെയും ഈ നാട് കൂടുതൽ മാനവികമാക്കണം എന്നാഗ്രഹിച്ച് നിതാന്ത ജാഗ്രതയോടുകൂടി സർഗ പോരാട്ടം നടത്തുകയും ചെയ്ത മനുഷ്യപക്ഷത്തു നിന്ന മലയാളത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു എഴുത്തുകാരനെയാണ് നമ്മൾ സ്മരിക്കുന്നത്. MT ആണ് ആധുനിക കേരളത്തിന് സർഗാത്മകമായ പുതിയ മനുഷ്യത്വം തന്നത്. സർഗാത്മകത ശക്തിപ്പെട്ടാലേ ഹിംസാത്മകത
ഇല്ലാതാവുകയുള്ളൂ. ഇപ്പോൾ ഈ ഹിംസാത്മകത കൂടി വരികയാണ്. അമ്മയെ കൊല്ലുന്ന മക്കളുടെ വംശം കൂടുന്നു. MDMA പോലുള്ള ലഹരി വ്യാപിക്കുന്നു. ഇപ്പോഴും ഇറങ്ങുമ്പോൾ ആരെങ്കിലും വന്ന് എന്നെ കുത്തിക്കൊല്ലുമോ എന്ന് എനിക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യർ ഉന്മത്തമായ ഏതോ മനുഷ്യത്വരഹിതമായ ലോകത്തേക്ക് സഞ്ചരിക്കുമ്പോൾ മനുഷ്യന് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി ഉണർന്നിരുന്ന എഴുത്തുകാരനാണ് ഞാൻ. ലോകത്ത് മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ എന്നെ അറിയുന്ന എൻ്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടം. ആ നദിയുടെ കഥയിൽ നിന്നാണ് പെരുന്തച്ഛൻ അദ്ദേഹം ഉണ്ടാക്കിയത്. പറയിപ്പറ്റ പന്തിരുകുലം ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഥയാണ്. അച്ഛൻ മഹാബ്രാഹ്മണൻ, അമ്മ പറയിപ്പെണ്ണ്. ലോകത്ത് അങ്ങനൊരു കഥ ഉണ്ടായിട്ടില്ല. 1600 കൊല്ലം മുമ്പ് അച്ഛൻ മഹാബ്രാഹ്മണനും അമ്മ പറയിപ്പെണ്ണും 12 കുലക്കാരായ മക്കളും, മേഴത്തോൾ അഗ്നിഹോത്രി, രചകൻ, ഉളിയനൂർ തച്ചൻ, പിന്നെ വള്ളോൻ, വായില്ല കുന്നിലപ്പൻ, വടുതല മരുവും നായർ, കാരക്കൽ മാത, നേരെ നാരായണഭ്രാന്തനുടെ നഗവൂർ ചാത്തനും പാക്കനാരും, ചെമ്മേ കേൾ ഉപ്പുകൂറ്റൻ, പെരിയ തിരുവരങ്ങത്തെഴും പാണനാരും. ഈ 12 ജാതിക്കാർ, പറയനും പുലയനും പാണനും നായരും ഒക്കെ ബ്രാഹ്മണനായ അച്ഛനും പറയിയായ അമ്മയ്ക്കും ഉണ്ടായതാണ്. ഇന്നിപ്പോൾ മാറുന്ന ലോകത്ത് ഇങ്ങനൊരു കഥയുടെ നടുക്ക് നിന്നാണ് പെരുന്തച്ഛനെ ഉണ്ടാക്കുന്നത് MT. പെരുന്തച്ഛൻ ആ മിത്തിൻ്റെ ഒരു ഉറവിടമാണ്. ഇനി ആരും പെരുന്തച്ഛൻ കോംപ്ലക്സിനെ കുറിച്ച് പറയില്ല. പെരുന്തച്ഛൻ കണ്ടതിന് ശേഷം ഇനി ആരും ചതിച്ച ചന്തുവിനെ കുറിച്ച് പറയില്ല. ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ചന്തു ആരോമൽ മടിയിൽ മയങ്ങുമ്പോൾ കച്ചം പൊതിഞ്ഞു വെച്ച മുറിവിന്മേൽ അന്ന് കുത്തുവിളക്കുകൊണ്ട് ആഞ്ഞു കുത്തി എന്നാണ് 15-ാം നൂറ്റാണ്ട് തൊട്ട് ഏറിയ തലമുറകൾ പാടി പഠിച്ചത്. ഇനിയുള്ള തലമുറയോട് നിങ്ങൾ ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ചന്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. അവൻ ചതിച്ച ചന്തു അല്ല എന്ന് പറയും. അങ്ങനെ ചതിയന്മാരെ നല്ലവരാക്കി, തിരസ്കൃതരെ, ദുഃഖിതരെ, ഏകാകികളെ, അനാഥരെ, പാവപ്പെട്ടവരെ ആത്മാവിൽ സ്വതന്ത്രരായി ഒറ്റയ്ക്ക് ജീവിച്ചാലും നമുക്ക് അതിജീവിക്കാമെന്ന് പഠിപ്പിച്ചു. വരാതിരിക്കില്ല. ഞാൻ വിചാരിക്കുന്നു താന്നിക്കുന്ന് കാത്തിരിക്കുന്നുണ്ട്, ഈ തുഞ്ചൻ പറമ്പ് കാത്തിരിക്കുന്നുണ്ട്, കോടാനുകോടി മനുഷ്യർ അവരുടെ ഏകാന്ത നിമിഷങ്ങളിൽ കാത്തിരിക്കും. വരും MT. നിങ്ങളുടെ ഏകാന്ത നിമിഷങ്ങളിൽ എത്ര കാലം കഴിഞ്ഞാലും മനുഷ്യൻ ഭൂമിയിലുള്ള കാലം വരെ വരും MT. വരാതിരിക്കില്ല MT. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.